എടി വാതിൽ തുറക്കണേ, എടി വാതിൽ തുറക്കണേ, സന്ധ്യ പൊന്നു. സമയത്ത് പോണില്ലേ? പിന്നെ ഇപ്പൊ ആര് ചെയ്യാ? എഴുന്ന് രണ്ടടവുകളല്ലടി. ആ കുടുംബശ്രീക്കാരോട് പറഞ്ഞെടുത്ത ആ കീസാപ്പര് വീട്ടിൽ നിന്ന് പോരട്ടാ. ഞാനിപ്പോ എന്താ ചെയ്യാ ദേവേട്ടാ? ഞാൻ കൊണ്ടുവരണൊക്കെ എങ്ങക്കന്നല്ല തരുന്നത്. എടി പൊന്നോ, നീ വിചാരിച്ച നമ്മുടെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവും. എടി അവരൊക്കെ വലിയ വലിയ മുതലാളിമാരല്ലേ. അതിന് അവരെ കയ്യിലൊരു വള. നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയണത്? ഞാൻ ചോദിക്കില്ല അവരോട് പണയം വെക്ക. എടി ചോദിക്കാനല്ല, എടി അവിടെ കയ്യിൽ ഒരുപാട് സ്വർണങ്ങളുണ്ട്. അത് എത്രാണുള്ളതെന്നോ എവിടെയാണ് വെച്ചതെന്ന് പോലും അവർക്കറിയില്ല. എടി നീ അതിൽ നിന്നൊരു വളർത്ത നമ്മുടെ ഒരുവിധം കടങ്ങളൊക്കെ തീരും. എടി നമുക്ക് പൈസ കിട്ടുമ്പോ എടുത്ത് കൊടുക്ക, പണയം വെച്ചാ മതിയല്ലോ. ദേവേട്ടാ, നമ്മളെ കല്യാണത്തിന് മുന്നേ ഞാൻ ആ വീട്ടിൽ പണിക്ക് പോകാൻ തുടങ്ങിയതാ. അവരിഷ്ടത്തോട് കൂടി തന്നത് വാങ്ങിയെന്നല്ലാതെ ഒരു മുട്ടുസൂചി പോലും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. അതെ, വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതിന്റെ ഇടയില് ആ മേശപ്പുറത്തുണ്ട് മരുന്ന്, അതെടുത്ത് കുടിക്കാൻ മറക്കണ്ട. സന്ധ്യ, എടി ഞാൻ പറഞ്ഞത് ഞാനിവിടെ അത്താണിക്കൊരു വാടക വന്നതാണ്. അപ്പൊ പാർട്ടിക്കാരവിടെ വെയിറ്റിങ്ങിലാണ്. അല്ല, ഇപ്പൊ മരുന്നൊക്കെ കഴിക്കണില്ലേ കറക്റ്റായിട്ട്? മരുന്നൊക്കെ കഴിക്കണ്ടോ? മരുന്ന് കഴിക്കാനാണ് ഡോക്ടർ പറയുന്നത്. കഴിക്കൊണ്ടിരിക്കുക. അവള് പോയിട്ട് വേണം എന്റെ കാര്യങ്ങളും മരുന്നൊക്കെ. വർക്കിനിപ്പോ തീരെ പോവാൻ പറ്റില്ലല്ലേ? വർക്കിനൊന്നും പോവാൻ വയ്യ മണി. ഇത് ഞാൻ എങ്ങനെ എടുത്തതെന്ന് എനിക്കേ അറിയുള്ളൂ. ഇതിന്റെ പേരിൽ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ദേവേട്ടാ. എടി സന്ധ്യ, ഇസാഫിന്റെ മുഴുവൻ പൈസ കൊടുത്തിട്ടിട്ടാ. ഇനി ആ കുടുംബശ്രീയുടെ പൈസയാണ്. അതാ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, മുഴുവനായി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ കൊടുത്താൽ പിന്നെ ഒരു 1000 റുപ്യ ബാക്കിയുണ്ട് ഇതില്. അത് വീട്ടിലെ സാധനം വാങ്ങിക്കല്ലേ. അത് നിങ്ങൾ എന്താ ചെയ്തോളി. ദേവാ, ഇവിടെ വന്നൊരു കാര്യം പറയാണ്ട്. എന്താണ്ടാ പറയാ? ഇങ്ങോട്ട് വാ. എന്താണ്? ഇങ്ങോട്ട് വാ, പറയാ. എടാ ദേവാ, നമ്മുടെ സന്ധ്യ പണിക്ക് വന്ന് ഗൾഫേരെ വീടില്ലേ, അവിടുന്ന് സ്വർണം കളവ് പോയിണ്ടത്രേ. സന്ധ്യ എടുത്തെന്നാണ് അവിടെ പറയണത്. എടാ, പോലീസ് ഇങ്ങോട്ട് വരാൻ സാധ്യത ഇട്ടാ. എടാ, അതിനു മുന്നേ എന്തെങ്കിലും ചെയ്തോട്ടാ. സന്ധ്യ, എടി മണി വെറുതെ പറഞ്ഞാടി. ഇനി പോലീസൊന്നും വരില്ലടി. മണിയ സന്ധ്യ, അയ്യോ അയ്യോ. എടി വാതിൽ തുറക്കണേ, എടി വാതിൽ തുറക്കണേ, സന്ധ്യ പൊന്നോ. എടി സന്ധ്യ, എടി സന്ധ്യ.